കലാകാരൻ ലഹരിക്കടിമപ്പെട്ടു പോയാൽ കുടുംബം തന്നെ തകർന്നു പോകുന്ന അവസ്ഥയുണ്ടല്ലേ. ഒരു നല്ല വീട് പോലും വെക്കാൻ പറ്റിയില്ലെന്നുള്ള ഏറ്റവും കൂടുതൽ വേദികളിൽ നാടൻ പാട്ട് അവതരിപ്പിച്ച ഒരു ടീമാണ് നാടോടി പെർഫോമിംഗ് ഗ്രൂപ്പ്. അതെ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇങ്ങേറ്റം ഡൽഹിയിലെ ചടങ്ങുകൾക്ക് വരെ, ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് ചടങ്ങുകൾക്ക് വരെ നാടോടിയുടെ പ്രോഗ്രാമുകൾ അവതരിപ്പിച്ചു. തീർച്ചയായിട്ടും. പക്ഷേ കേരളത്തിൽ തന്നെ ഒരു നാടൻ പാട്ട് സമിതിക്ക് തുടക്കം കുറിക്കുന്നത് കസാമട്ട നാടോടി പെർഫോമിംഗ് ഗ്രൂപ്പാണ്. സാബുത്തരിയുടെയും ഒക്കെ ഞാനും ഒക്കെ ഉൾപ്പെടെ ഒന്നിച്ച് ഞങ്ങൾ നാടകം കളിച്ചിട്ടുള്ളവരായിരുന്നു. നമ്മളെ നാടൻ പാട്ടുകാരെ എന്തെങ്കിലും പറയുകയോ അപ്പോൾ അവിടെ എന്തെങ്കിലും ഉണ്ടാവുകയെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്തെല്ലാം വെല്ലുവിളിച്ചുണ്ടെങ്കിൽ ഇറങ്ങി ചെല്ലുമായിരുന്നു. നാടൻ പാട്ട് പാടുകയും ചെയ്യുമായിരുന്നു. ഞങ്ങൾക്കൊരു സംരക്ഷണം നൽകുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. തടാകത്തിന്റെ നടുവിലെ നിരാഹാര സമരം എന്ന് പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും വ്യത്യസ്തമായ ഒരു സമരം. തടാകത്തിൻ്റെ ഇങ്ങേയറ്റത്തുനിന്ന് പിണ്ടി കെട്ടിയിട്ട് വാഴപ്പിണ്ടി കെട്ടിയിട്ട് ആ വാഴപ്പിണ്ടിക്ക് തുഴഞ്ഞ് അങ്ങ് അവിടെ കൊണ്ടുവന്നിട്ടാണ് ആ പിണ്ടിയിലിരുന്നും കൊണ്ടാണ് ഞങ്ങൾ സത്യാഗ്രഹ സമരം നടത്തിയത്. നമസ്കാരം. തെക്കൻ കേരളത്തിലെ ആദ്യ നാടൻപാട്ട് സംഘത്തിന് തുടക്കം കുറിച്ചൊരാൾ, ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവായ ശ്രീ പ്രകാശ് കുട്ടൻ. അദ്ദേഹം ഇന്ന് ദുരിതക്കയത്തിലാണ്, രോഗശൈലിയിലാണ്. അദ്ദേഹത്തിൻ്റെ കഷ്ടത നിറഞ്ഞ ജീവിതത്തിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. നമുക്കൊന്ന് കാണാം ഒരു കലാകാരൻ്റെ ദുരവസ്ഥ. നമസ്കാരം. നമസ്കാരം. പ്രകാശണ്ണൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയാൻ വന്നതാണ്. ഓക്കെ. തെക്കൻ കേരളത്തിൽ ആദ്യമായി നാടൻപാട്ട് സമിതി തുടങ്ങിയ ആളാണ്. തെക്കൻ കേരളത്തിൽ നിന്നല്ല, ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഒരു നാടൻപാട്ട് സമിതിക്ക് തുടക്കം കുറിക്കുന്നത് ശാസ്താംകോട്ട നാടോടി പെർഫോമിംഗ് ഗ്രൂപ്പാണ്. അതിനു മുമ്പൊക്കെ സമിതികൾ ഉണ്ടായിരുന്നു. സമിതികളുണ്ടായിരുന്നു. CJ കുട്ടപ്പസാറിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്നു. തായിലം ഉണ്ടായിരുന്നു. തായിലം അദ്ദേഹത്തിൻ്റെ നാടൻ പാട്ടുകൾ കേട്ടാണ് ഞാനൊക്കെ അതിൻ്റെ വഴിയിലേക്ക് വന്നത്. നാടൻപാട്ട് മേഖലയിൽ അദ്ദേഹം നാട്ടിപ്പാട്ടെന്ന് പറഞ്ഞുള്ള നാട്ടുകൂട്ടായ്മയുള്ള പാട്ടുകൾ പാടിക്കൊണ്ടായിരുന്നു തുടക്കം. അപ്പോൾ അതോടൊപ്പം തന്നെ അത്തരം മേഖലകളിൽ നിൽക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ നാടൻപാട്ടിൻ്റെ വഴിയിലേക്ക് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശാസ്താംകോട്ട കോളേജിൽ, ദേവസ്വം ബോർഡ് കോളേജിൽ നാടകം പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അഹമ്മദ് മുസ്ലിമുക്ക, നാടകാചാര്യനായ അഹമ്മദ് മുസ്ലിമുക്ക OV വിജയൻ സാറിൻ്റെ കടൽത്തീർത്ത് എന്ന കഥ നാടക രൂപമാക്കിക്കൊണ്ട് നാടകം പഠിപ്പിക്കാനായിട്ട് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പിന്നരങ്ങിലുള്ള അല്ലെങ്കിൽ ബാക്ക് ഡ്രോപ്പ് മ്യൂസിക്കൊക്കെ അദ്ദേഹം സെറ്റ് ചെയ്തിരുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മൈൻഡിലുണ്ടായിരുന്നത് നാടൻ പാട്ടുകളായിരുന്നു. നാടൻ പാട്ടുകൾ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കടമ്പനാട് ജോസ് അല്ലെങ്കിൽ തട്ടേക്കാട് ജോസ് എന്ന് വിളിക്കുന്ന കടമ്പനാട് ജോസേട്ടനെ കൂട്ടിക്കൊണ്ട് ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിലേക്ക് എത്തിച്ചേരുകയാണ്. ദേവസ്വം ബോർഡ് കോളേജിലേക്ക് എത്തിയിട്ട് നാടൻ പാട്ട് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മ്യൂസിക് ക്ലബ്ബിലെ കുട്ടികളെയും നാടകക്കാരെയും എല്ലാവരെയും വിളിച്ച് കൂട്ടിയിട്ട് നാടൻ പാട്ട് പഠിപ്പിക്കാൻ തുടങ്ങി. നാടൻ പാട്ട് ഞങ്ങൾക്ക് പകർന്നു വന്നു തുടങ്ങിയത് ജോസേട്ടനാണ്, കടമ്പനാട് ജോസേട്ടനാണ്. ജോസേട്ടനും മരിച്ചുപോയി, ഇപ്പം നമ്മളോടൊപ്പം ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹം വിവിധങ്ങളായ നാടൻപാട്ട് പാടിക്കുമായിരുന്നു. അദ്ദേഹം ആദ്യം പാടിത്തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നാടകത്തിൻ്റെ ആവശ്യം വേണ്ടിയിട്ട് അന്തക്കത്തേ വയലിലെ എള്ളില്ലാലു എള്ളില്ലാലു, വരികളൊക്കെ മറന്നുപോയതിൻ്റെ ഒരു കുഴപ്പമുണ്ട് കേട്ടോ. അന്നുള്ള ഒരു നാടൻപാട്ടായിരുന്നു. ആ നാടൻപാട്ട് പഠിപ്പിച്ചും കൊണ്ട് വെള്ളായ്യപ്പൻ എന്ന് പറയുന്ന കഥാപാത്രം, ആ കർഷകനായ വെള്ളായ്യപ്പൻ ആ വീട്ടിലേക്ക് വരുന്നതും ആ തരത്തിലുള്ള ഒരു ആ രീതിയിലാണ്. അപ്പോൾ ഒരു നാടൻപാട്ട് ഞങ്ങൾ സ്വാഭാവികമായിട്ടും കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഇതിൻ്റെ ഒരു ആരാധകരായി മാറുകയായിരുന്നു. അല്ലെങ്കിൽ പിന്നീട് നാടൻപാട്ട് പഠിക്കണമെന്നുള്ള ആശയമായി CJ കുട്ടപ്പ സാറിൻ്റെ കാസറ്റുകൾ പരമാവധി വാങ്ങിച്ച്, ഓഡിയോ കാസറ്റുകളുടെ കാലമാണല്ലോ, ഓഡിയോ കാസറ്റുകളുടെ കാലമാണ്. ആ ഓഡിയോ കാസറ്റ് മേടിച്ച് ഞാൻ പഠിച്ചിരുന്ന ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിൽ അവിടെ ഒരു പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലുണ്ട്. അവിടെ എനിക്കൊരു റൂമുണ്ട്. ആ റൂമിൽ കൊണ്ടിട്ട് ഓഡിയോ സിസ്റ്റമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അതിട്ട് പരമാവധി കേൾക്കുക, പിന്നെ അതിൻ്റെ ഒരു ആരാധകരായി മാറുക എന്നുള്ളതായിരുന്നു. പ്രകാശണ്ണൻ ഈ നാടൻപാട്ട് സമിതികൾക്ക് തുടക്കം കുറിച്ചു. ഞാൻ ഇന്ന് ഓരോ വാർഡിൽ ഓരോ നാടൻപാട്ട് സമിതി വെച്ചുണ്ട്. അതെന്തായാലും പ്രത്യേകിച്ച് കേരളത്തിലെ മുക്കിലും മൂലയിലും എവിടെ ചെന്നാലും ആരെ പരിചയപ്പെട്ടാലും അവരെല്ലാം നാടൻപാട്ട് കലാകാരന്മാരാണ്. ഒരു പഞ്ചായത്ത് എടുത്താൽ ആ പഞ്ചായത്തിലെ ഓരോ വാർഡിലും ഈ നാടൻപാട്ട് സമിതികളുണ്ട്. അത് ആ ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. അല്ല, ഞാൻ മാത്രമല്ല. എൻ്റെ ഇതെന്ന് പറയുമ്പോൾ എന്ന് വെച്ചാൽ CJ കുട്ടപ്പ സാറാണ് ഈ മേഖലയിലെ തുടക്കക്കാരൻ. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കേട്ട് പഠിച്ചതാണ്. പിന്നെ അല്ലെങ്കിൽ CJ കുട്ടപ്പൻ പാടിയ പാട്ടുകൾ തന്നെ ഞങ്ങൾക്ക് പകർന്നത് തട്ടേക്കാട് ജോസാണ്, അല്ല കടമ്പനാട് ജോസേട്ടനാണെന്നുണ്ടെങ്കിൽ അതൊരു വലിയൊരു ബുള്ളറ്റിനകത്ത് ഇങ്ങനെ കയറി വരും. അദ്ദേഹം ഞങ്ങൾക്ക് വണ്ടിയൊക്കെ വിളിച്ചിട്ട് പരിപാടിക്ക് പോകാൻ വണ്ടി വിളിച്ചിട്ടിരിക്കുകയും, പക്ഷേ പുള്ളി വണ്ടിക്കകത്തൊന്നും വരത്തില്ല. ഞങ്ങളുടെ വണ്ടിക്ക് ഫ്രണ്ടിൽ എപ്പോഴും ഒരു എസ്കോർട്ട് പോലെ പുള്ളി എപ്പോഴും ഉണ്ടാവും. അദ്ദേഹം ആയോധന കലയിലെ അധ്യാപകനായിരുന്നു. പിന്നെ മാത്രമല്ല, പരിപാടി സ്ഥലത്ത് അങ്ങനെ എന്തെങ്കിലും നമ്മുടെ നാടൻപാട്ടുകാരെ എന്തെങ്കിലും പറയുകയോ അപ്പോൾ അവിടെ എന്തെങ്കിലും ഉണ്ടാവുകയെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്തെല്ലാം വെല്ലുവിളിച്ചുണ്ടെങ്കിൽ ഇറങ്ങി ചെല്ലുമായിരുന്നു. അങ്ങനെ ഒരു സംരക്ഷകനായിരുന്നു ഞങ്ങൾക്ക്. നാടൻപാട്ട് പാടുകയും ചെയ്യുമായിരുന്നു. ഞങ്ങൾക്കൊരു സംരക്ഷണം നൽകുന്ന ഒരു വ്യക്തിത്വമായിരുന്നു കടമ്പനാട് ജോസേട്ടൻ. മാത്രമല്ല, വണ്ടിക്കകത്ത് വരില്ല, വണ്ടിക്ക് എസ്കോർട്ടായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ പൈലറ്റായിട്ട് പുള്ളി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് ഓർമ്മകളുണ്ട്. പഠനകാല ശേഷം ഇത് സമിതി രൂപീകരിച്ച് അതോടൊപ്പം തന്നെ നാടകം ഉണ്ടായിരുന്നു വെച്ചാൽ ഞാൻ പിന്നെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ പാട്ട് പാടില്ലായിരുന്നല്ലോ. പാട്ട് പാടില്ല, ഇതിൻ്റെ ഒരു കോർഡിനേറ്റർ ഉണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിൽ പഠിച്ചതാണ് PS ബാനർജി. അന്ന് അദ്ദേഹം ഈ മോൻ അന്നേരം ഈ അനുജൻ എന്ന് വിളിക്കാൻ പറ്റുന്ന
ഒരാളാണ്. അപ്പോൾ അവൻ നന്നായിട്ട് ഈ നാടൻ പാട്ടൊക്കെ പാടുമായിരുന്നു. പാടുക എന്നുള്ളതല്ല, അയാൾ കവിത പാടുക. അയാൾക്ക് കവിതയായിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടം. 12 മക്കളെ പെറ്റൊരമ്മേ നിൻ്റെ മക്കളിൽ ഞാനാണനാഥൻ എന്ന കവിതയൊക്കെ പാടിക്കൊണ്ട് പിള്ളേരുടെ ഇടയ്ക്കൂടെയൊക്കെ നടക്കുക. നാരായണത്ത് പ്രാന്തൻ എന്നുള്ള കവിതയൊക്കെ പാടിക്കൊണ്ട് നടക്കുക. അതിന് കുറേ ആരാധകരായൊക്കെ കൂടുതലുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ എന്ത് ചെയ്തത്, ഞാൻ പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഒരാളെന്നുള്ള നിലയ്ക്ക് യവനെ എൻ്റെ കൂടെ കൂട്ടണം എന്നുള്ള എൻ്റെ ഒരു ആവശ്യമായിരുന്നു, അല്ലെങ്കിൽ SFIയുടെ ഒരു ആവശ്യമായിരുന്നു ഉള്ളതുകൊണ്ട് ഞാൻ അവനെ കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട്, അപ്പോൾ യവൻ ഈ പാട്ടൊക്കെ പാടുമ്പോൾ അവനൊരു മ്യൂസിക് വായിക്കാനുള്ള ഒരു സംഭവം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാകും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിലെ പ്രീ ഡിഗ്രി പഠിക്കാനായിട്ട് ചുറ്റുമലക്കാരനായ പ്രമോദ് ചുറ്റുമല എത്തിച്ചേരുന്നത്. പ്രമോദ് നന്നായിട്ട് ഇൻസ്ട്രുമെൻറ്റ് വായിച്ചു കൊടുക്കും. തുടിയുടെ താളം അല്ലെങ്കിൽ നന്ദുണിയുടെ താളമൊക്കെ വായിച്ചു കൊടുക്കും, തൊണ്ട കൊണ്ട് വായിച്ചു കൊടുക്കും. അപ്പോൾ ഇവൻ്റെ മിമിക്സുമായി അവൻ്റെ പാട്ടുമായി. അപ്പോൾ അന്നേരം ഒരു ഹാളിൽ അത്യാവശ്യം കുട്ടികളെ ചേർത്തിരുത്താൻ അല്ലെങ്കിൽ അവരോടൊപ്പം ചേർത്തിരിക്കാൻ പറ്റുന്നൊരവസ്ഥയായി. അപ്പോൾ അങ്ങനെ ആയപ്പോഴത്തേക്ക് അയാൾ കൂടെ പിന്നണിയിലും കൂടെ ഒരാളൂടെ വന്നപ്പോഴത്തേക്ക് ബാനർജിക്ക് ഒരു ഉത്സാഹമായി. അവൻ തനത് പാട്ടുകൾ പാടുന്നു. ഭരണിക്കാവ് സ്വദേശിയായ ഇട്ടിയാനിലുണ്ടെന്ന് പറയുന്ന സുഹൃത്തുണ്ട്. അയാളാണ് ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ല കൊമേഡിയൻ. എല്ലാ കാര്യവും എപ്പോഴും കോമഡി പറയുകയും കോമഡി ഉണ്ടാക്കി ഇത് ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് ഇട്ടിയാനിൽ. അതോടൊപ്പം തന്നെ സുജിത്ത് ഭരണിക്കാവ് ഇവരെയൊക്കെ കൂട്ടിക്കൊണ്ട് ഞാനൊരു നാടകത്തിൻ്റെ ഒരു ടീം ഉണ്ടാക്കി. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ കൊച്ചു സ്കിറ്റുകൾ സ്കൂളുകളിൽ ചെന്ന് ക്ലാസ്സുകളിൽ ചെന്ന് കളിക്കുക. മാത്രമല്ല അവർ വണ്ടിക്കൂലിക്ക് കൊണ്ടുവരുന്ന 1-2 രൂപയൊക്കെ ഉണ്ട്. അതൊക്കെ ഞങ്ങൾ ചോദിച്ചു വാങ്ങിക്കും. അപ്പോൾ അത് ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് ഈ ക്യാൻറ്റീനിൽ പോകാനുള്ള പൈസ ആവില്ല. എനിക്ക് ഹോസ്റ്റലിൽ ഫുഡ് ഉണ്ടെങ്കിൽ പോലും യവന്മാരുടെ കാര്യം കൂടെ നടത്തണമെന്നുള്ളതുകൊണ്ട് അവർക്ക് കൂടി വേണ്ടിയിട്ട് ഞങ്ങൾ ഈ പൈസ അത്യാവശ്യം തെണ്ടി വാങ്ങിക്കുക എന്ന് പറയുന്നതിന് തുല്യമായിട്ട് ഇവരോട് കളക്ട് ചെയ്ത് അതൊരു നല്ല തുകയാവും. ആ തുകയായിട്ടാണ് ഞങ്ങൾ അവിടെ ക്യാൻറ്റീൻ നടത്തുന്ന ഒരു ചേച്ചിയുണ്ട്, അറിയാമല്ലോ, ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിൽ ക്യാൻറ്റീൻ നടത്തിയിരുന്നു. ഒരമ്മ, ഞങ്ങൾ അമ്മച്ചി എന്ന് വിളിച്ചിരുന്ന ചേച്ചി. ആ ചേച്ചിയുണ്ട്. അപ്പോൾ ചേച്ചി എപ്പോൾ ചെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് ഭക്ഷണം തരുമായിരുന്നു. അപ്പോൾ എത്ര ഇല്ല എന്ന് പറഞ്ഞാൽ ശരിയാണ്, ഞങ്ങൾക്ക് ഒരുവിധപ്പെട്ട എന്തെങ്കിലുമൊക്കെ എടുത്താൽ ഇന്നതേ ഉള്ളൂ കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് തരുമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആ ചേച്ചിയായിട്ട് ബന്ധപ്പെട്ട് ഭക്ഷണമൊക്കെ കഴിക്കുക. അപ്പം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയുള്ള പൈസ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ യഥാർത്ഥത്തിൽ എന്ത് ചെയ്തത്, നാടകം കളിച്ചത് തുടങ്ങിയത്. അപ്പോൾ കുറച്ചാൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഇതിങ്ങനെ പോയാൽ പോരല്ല, കുറച്ചുകൂടെ പുറത്തേക്കൊക്കെ ഇറങ്ങി നാടൻ പാട്ടും നാടകമൊക്കെ അവതരിപ്പിച്ച് തുടങ്ങണമല്ലോ എന്ന്. അപ്പോൾ ആക്ഷേപഹാസ്യ നാടകങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മിമിക്രി അവതരിപ്പിക്കുന്നതിന് പകരമായിട്ട് ഈ കൊച്ചു ക്ലബ്ബുകളിലൊക്കെ പോയി ഈ ആക്ഷേപഹാസ്യ നാടക പരിപാടി അവതരിപ്പിക്കുക, അതോടൊപ്പം നാടൻ പാട്ട് അവതരിപ്പിക്കുക, ഇതൊക്കെയായി. അതങ്ങനെയാണ് ഇതിൻ്റെ ഒരു തുടക്കം. അപ്പോൾ ആദ്യം ഞങ്ങൾക്കൊരു വേദി ആയിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തേവലക്കരയിൽ, എൻ്റെ അമ്മ നാടായ തേവലക്കരയിൽ കോവൂരിലെ അപ്പു സ്പോർട്ടിങ്സ് ആണ്. അപ്പു സ്പോർട്ടിങ്സ് എന്ന് പറയുന്ന സംഘടന. അപ്പോൾ അവിടെ ഒരു പരിപാടി ഫുട്ബോൾ ക്ലബ്ബാണ്. അപ്പോൾ അവിടെ ഒരു പരിപാടിയായിട്ട് ഞങ്ങളെ വിളിക്കുന്നു. ഫുട്ബോൾ ക്ലബ്ബിൽ നിന്ന് സ്പെയിനിൽ വരെ. അതെ അവിടെ വരെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള, മാത്രമല്ല ഈ കളിക്കുന്ന കുട്ടികൾ അവിടെ നിന്ന് വന്ന്, മാത്രമല്ല രാധാകൃഷ്ണൻ എന്ന് പറയുന്ന രാധാകൃഷ്ണൻ പോലീസുകാരനായ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ രാധാകൃഷ്ണ നേതൃത്വത്തിലാണ് എൻ്റെ മറ്റു കാര്യങ്ങൾ നടക്കുന്നത്. അതോടൊപ്പം തന്നെ എൻ്റെ ഒരു ബന്ധുവായ, അല്ലെങ്കിൽ എൻ്റെ അളിയനെന്ന് പറയാം, അമ്മാവൻ്റെ മോനായ മധു കേസാണ് അതിൻ്റെ തലപ്പത്തിരിക്കുന്നത്. അപ്പോൾ മധു ആദ്യം തന്നെ വിളിച്ചിട്ടൊരു പരിപാടി തരുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ അവിടെ ചെന്ന് പരിപാടി അവതരിപ്പിക്കുന്നത്. ഞാൻ സുദേശാണ് ഉൾപ്പെടെയുള്ള ഇവിടെ നാട്ടിലുള്ള ടീമും കോളേജിൽ നിന്ന് ഉള്ള അത്യാവശ്യ കുട്ടികൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഞങ്ങൾ അവിടെ ചെന്ന് നാടകമൊക്കെ അവതരിപ്പിക്കുന്നു. അതായത് അന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മുടെ സുദേശാണൻ്റെ ഐഡിയ ആയിരുന്നു. നമ്മളൊരു ഫ്രണ്ട് വലിയൊരു കർട്ടൻ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം നമുക്ക് ഇത് അങ്ങോട്ട് നിന്ന് വെച്ചാൽ പതുക്കെ അങ്ങോട്ട് ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്ന് ഞങ്ങൾ പതുക്കെ എണീറ്റിട്ട് പതുക്കെ നടന്നങ്ങോട്ട് ചെന്നിട്ട് ഈ കർട്ടൻ ഇങ്ങനെ താങ്ങി തോള് കൊടുത്ത് തന്നെ കർട്ടൻ പൊക്കുന്ന ഒരു പരിപാടി. അത്തരത്തിലുള്ള രീതി കണ്ടിട്ട് ആളുകളെ ആദ്യം തന്നെ ആകർഷിച്ചുകൊണ്ടാണ് ഞങ്ങൾ കയറുന്നത്. ഞങ്ങൾ വേദിക്ക് പുറത്തുനിന്ന് എത്തിയിട്ട് ഈ കർട്ടനൊക്കെ എന്താ പറയുക, തോള് കൊടുത്താൽ എല്ലാവരുടെ അടുത്തങ്ങ് തോളെ വെക്കും. കയറിൽ വലിച്ച് പൊക്കുക അല്ല, അകത്തൊരാൾ പക്ഷേ ഉണ്ടാവും, നമ്മുടെ ഒരാളുണ്ടാവും ഇത് പൊക്കി തരാനായിട്ട്. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മളിങ്ങനെ ചുമന്നാണ് ഇത് പൊക്കുന്നത്, കർട്ടൻ പൊക്കുന്നത്. അങ്ങനെ ഒരു ആളുകളൊക്കെ ഒന്ന് ആകർഷിച്ചിട്ട് അതങ്ങോട്ട് തീർന്നു കഴിയുമ്പോഴത്തേക്ക്, അതിൻ്റെ ഒരു താളാത്മകമായിട്ട് തീർന്നു കഴിയുമ്പോഴത്തേക്ക് ബാനർജിയുടെ ഒരു പാട്ടാണ് കേൾക്കുന്നത്. ബാനർജിയുടെ ഒരു നാടൻ പാട്ടായിരിക്കും കേൾക്കുന്നത്. അപ്പോൾ ആളുകൾ അതിന് കൈയടിച്ച് കിടക്കുന്നത്. അങ്ങനെ ഒരു ആകർഷണപരമായ ഒരു അവസ്ഥ ഉണ്ടാക്കിയിട്ടാണ് ഞങ്ങൾ പരിപാടി തുടങ്ങിയിരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കൊച്ചു പരിപാടികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പോവുകയാണ്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കൂട്ടായ്മയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിലെ കൂട്ടത്തിലുള്ള ഒരാൾ വരാതിരിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിവിടുന്ന് കൊണ്ടുവന്ന പരിപാടിക്കായിട്ട് കൊണ്ടുവന്ന സെറ്റ് കേടാവുകയോ, അല്ലെന്നുണ്ടെങ്കിൽ സൈറ്റ് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന സെറ്റ് കേടാകുമ്പോൾ നമ്മുടെ ടെൻഷനാണ്, നമ്മുടെ കോർഡിനേറ്റർ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ നേതൃത്വം നൽകുന്ന എൻ്റെ ടെൻഷനാണ്. അത്തരത്തിലുള്ള ടെൻഷൻ്റെ ഒരു കാലഘട്ടമായിരുന്നു എപ്പോഴും. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് ചെയ്ത് പ്രകൃതിയൊക്കെ തീരുമാനിച്ച് ചാട്ടമൊക്കെ ഒരിച്ചിരി നിയന്ത്രിക്കേണ്ട ഒരു സമയമായെന്ന് തോന്നിയപ്പോൾ തറയിലിട്ട്. അപ്പോൾ ഒരു ദിവസം ശരിക്കും
നല്ലൊരു നാടൻപാട്ട് ടീമിന് രൂപം കൊടുത്ത് നാടകസമിതിയായിട്ട് പോകുന്നു, തെരുവ് നാടകങ്ങൾ സംഘടിപ്പിക്കുന്നു. എന്ത് സാമൂഹിക വിഷയങ്ങളുണ്ടായാലും എനിക്ക് ഓർമ്മയുണ്ട് ചായക്കലത്തിൽ വിഷം, വെന്നച്ചൻ്റെ കടയിൽ. അതെ, എൻ്റെ നാട്ടിൽ തന്നെ നടന്നൊരു സംഭവമാണത്. അതൊക്കെ ഭയങ്കര വൈറലായി അന്നത്തെ കാലത്ത്. ഈ സോഷ്യൽ മീഡിയ ഒക്കെ വരുന്നതിന് മുൻപ് പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെ അന്നത്തെ കാലത്ത് വൈറലായ ഒരുപാട് സമരങ്ങൾക്ക് നേതൃത്വം നൽകി. ശാസ്താംകോട്ട തടാകവുമായി ബന്ധപ്പെട്ട്, തടാക സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ടൊരു ടീം രൂപീകരിച്ച് തടാക സംരക്ഷണം ആവശ്യമാണെന്ന് ജനങ്ങളെ പറഞ്ഞു പഠിപ്പിക്കും. മാത്രമല്ല ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് ശാസ്താംകോട്ടയിൽ നിന്ന് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് നടയിൽ കാളവണ്ടിയിലൊരു കലാജാഥ എന്ന് പറഞ്ഞൊരു കലാജാഥ സംഘടിപ്പിച്ചവരാണ് നാടോടി. എന്ന് വെച്ചാൽ പൈസകളൊക്കെ എന്ന് വെച്ചാൽ വഴിയോരത്തുനിന്ന് ഓരോരുത്തർ കിട്ടുന്ന പൈസകൾ, ചില്ലറ പൈസകൾ ഉണ്ട് കാളവണ്ടിയായിട്ട്. പിന്നെ ആ കലാജാഥ ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു പോയതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ല തുടരാൻ പറ്റാത്ത ആയിപ്പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ചെണ്ടയുടെ താളവും ഇതുമൊക്കെ ആയപ്പോഴത്തേക്ക് കാള വിരളുന്നൊരവസ്ഥയുണ്ടായി. അങ്ങനെ എന്തായാലും പിന്നെ ഞങ്ങളതങ്ങ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് കൊണ്ട് എത്തിച്ചെന്നുള്ളത്. ഈ തടാകത്തിൻ്റെ നടുവിലെ നിരാഹാര സമരം എന്ന് പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും വ്യത്യസ്തമായ ഒരു സമരം. മാത്രമല്ല നമ്മുടെ പ്രശസ്തനായ ഒരു സാഹിത്യകാരനായിരുന്നു സുകുമാർ അഴീക്കോടായിരുന്നു അന്ന് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള സമരങ്ങൾ. ഞങ്ങൾ തടാകത്തിൻ്റെ ഇങ്ങേയറ്റത്തുനിന്ന് പിണ്ടി കെട്ടിയിട്ട്, വാഴപ്പിണ്ടി കെട്ടിയിട്ട്, ആ വാഴപ്പിണ്ടിക്ക് തുഴഞ്ഞ് അങ്ങ് അവിടെ കൊണ്ടുവന്നിട്ടാണ് ആ പിണ്ടിയിലിരുന്നും കൊണ്ടാണ് ഞങ്ങൾ സത്യാഗ്രഹ സമരം നടത്തിയത്. അന്നുണ്ടായിരുന്ന SI അല്ലെങ്കിൽ DYSP ഒക്കെ ഞങ്ങളെ സഹായിച്ചെന്നുള്ളതാണ്, അല്ലെങ്കിൽ പോലീസൊക്കെ ഞങ്ങളെ സഹായിച്ചെന്നുള്ളതാണ് ഈ സമരമായിട്ട് ബന്ധപ്പെട്ട്. അല്ലെന്നുണ്ടെങ്കിൽ തടാകത്തിൽ ഇറങ്ങാൻ പറ്റത്തില്ല എന്നുള്ള ഒരു തീരുമാനമൊന്നുമല്ല, ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു അവസ്ഥ എടുത്തത്. മാത്രമല്ല കുടിവെള്ളത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് അന്ന് അധികാരികളും തിരിച്ചറിഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോഴും ആ തടാകം, എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ അന്നിരുന്ന SI എന്ന് പറയുന്ന പാമ്പ് വേലായുധൻ സാറാണ് എന്ന് തോന്നുന്നു. അല്ല, അങ്ങനെ അദ്ദേഹത്തെ അങ്ങനെ അറിയപ്പെടുന്നത്. കാരണം വേലായുധ സാറിന് അങ്ങനെ DYSP ഒക്കെ ആയി. മാത്രമല്ല ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ അദ്ദേഹത്തിന് ശിക്ഷണ നടപടിയൊക്കെ കിട്ടിയായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കരുനാഗപ്പള്ളി വെച്ചൊരു ഫയർ ആക്സിഡൻറ്റ് ഉണ്ടായില്ലേ, തീപിടുത്തം ഉണ്ടായില്ലേ, അന്ന് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ടാങ്കർ പൊട്ടിത്തെറിച്ചു. അദ്ദേഹത്തിന് എന്തോ കൈപ്പിഴ പറ്റിയെന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് ശിക്ഷാ നടപടിയൊക്കെ ഒന്നുണ്ടായി. അതിനെക്കുറിച്ച് എനിക്കറിയില്ല. അല്ല, അദ്ദേഹമൊക്കെ നാടോടിയോടൊപ്പം ഏറ്റവും ആത്മാർത്ഥമായിട്ട് സഹകരിച്ചിട്ടുള്ള, താല്പര്യമുള്ള ഞങ്ങളുടെ അല്ലെങ്കിൽ കലാപരമായ സംവിധാനങ്ങളോട്, സർഗ പ്രതിഭാസങ്ങളോട് ഇപ്പോൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിത്വങ്ങളായിരുന്നു. പാമ്പ് വേലായുധ സാറായാലും അല്ലെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞ സാറായാലും. പ്രകാശ് അണ്ണൻ എവിടെയാണ് വഴി തെറ്റിയത്? വളരെ നല്ല കലാകാരനായി തുടർന്ന് വന്നു. യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ചു, തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുന്നു, LLBക്ക് പഠിക്കാൻ പോകുന്നു. വളരെ വിദ്യാഭ്യാസ കാലഘട്ടം വളരെ രസകരമായി കൊണ്ടുനടന്നു. ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിൽ തന്നെ ആണെന്നുണ്ടെങ്കിൽ ഈ യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ കലാജാഥ വരുന്നില്ലേ, കലാജാഥ വരുന്നതാണ് സത്യം പറഞ്ഞാൽ ഒരു മാറ്റം ഉണ്ടാകുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കലാജാഥയിൽ അവതരിപ്പിക്കപ്പെട്ട ഒരു വിഷയം ആയിരുന്നു. അതിൻ്റെ ഒരു ത്രെഡാണ് ഞാനെടുത്തിട്ട് കുറച്ചുകൂടെ മാറ്റിയിട്ട് സ്വാതന്ത്ര്യത്തിൻ്റെ 50ാം അടിയന്തരം എന്ന് പറഞ്ഞ ഒരു നാടകം ഞാൻ തയ്യാറാക്കിയായിരുന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ 50ാം അടിയന്തരം, അങ്ങനെയായിരുന്നു എൻ്റെ പേര്. കാര്യം ഓരോ വർഷവും ഇത് മാറി വരുമ്പോൾ 50ാം അടിയന്തരം, 60ാം അടിയന്തരം എന്ന് പറഞ്ഞ് ഞങ്ങളത് മാറ്റുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ ആ തരത്തിൽ മാറ്റാൻ പറ്റുന്ന രീതിയിൽ ഇത് ചെയ്യുമായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ ഒരു നാടകത്തിൻ്റെ ത്രെഡ് തന്നത് ഈ നാടകം ചെയ്യാൻ വന്ന സന്തോഷ് സവർണ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം സ്വദേശിയായ ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹമായിരുന്നു ആ നാടകം, ഈ കലാജാഥ ഡയറക്റ്റ് ചെയ്ത അദ്ദേഹമായിരുന്നു. അദ്ദേഹം തന്ന ഒരു ഐഡിയയിൽ നിന്നാണ് ഞാൻ എന്ത് ചെയ്തത്, ഈ 21 സ്വാതന്ത്ര്യത്തിന് 50ാം അടിയന്തരം എന്ന് പറഞ്ഞ ഒരു ഇത് ഞങ്ങൾ തയ്യാറാക്കി എടുക്കുകയും അവതരിപ്പിക്കുകയൊക്കെ ചെയ്തു. മാത്രമല്ല ഇന്നിപ്പോൾ ഈ ബമ്പർ ചെരിയിലൊക്കെ ഹിറ്റായിട്ടുള്ള സാബു തരികിടയില്ലേ, സാബു തരികിടയും ഒക്കെ ഞാനും ഒക്കെ ഉൾപ്പെടെ ഒന്നിച്ച് ഞങ്ങൾ നാടകം കളിച്ചിട്ടുള്ളവരായിരുന്നു. തരികിട സാബു, അഡ്വക്കേറ്റ് സാബു, ബിഗ് ബോസ് വിജയായിട്ടുള്ള തരികിട സാബുമായിട്ട് ഇപ്പം നാടകം കളിച്ചിട്ടുള്ള 35-ൽ പരം സിനിമകൾ പാടിയിട്ടുള്ളതാണ് നമ്മുടെ മത്തായി സുനിൽ. പക്ഷേ അവനെ ഇപ്പോഴും നാടൻ പാട്ടുകാരനായിട്ട് ആളുകൾ വിലയിരുത്തു. അതൊരു പക്ഷേ SC ജനവിഭാഗങ്ങൾ അവഗണിക്കപ്പെടുന്നത് പോലെ വേറെ ജനവിഭാഗങ്ങളും അവഗണിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. അല്ലെന്നുണ്ടെങ്കിൽ അവനെ ഒരു സിനിമ പിന്നണി ഗായകനായിട്ട് പോലും ഇപ്പോഴും ആരും അടയാളപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ്. 35 സിനിമകൾ പുറത്ത് പാടിയിട്ടുള്ള ഒരാളാണ്, വളരെ ഹിറ്റായിട്ടുള്ള ഒരുപാട് പാട്ടുകൾ. അതെ അതെ. അല്ല, എന്നിട്ട് പോലും ആ ഒരു അവസ്ഥ. അപ്പോൾ ആളുകൾക്ക് നാടൻ പാട്ടുകാരൻ, അപ്പോൾ നാടൻ പാട്ടുകാരായിട്ട് നിന്നാൽ മതി എന്നുള്ളൊരു ധാരണയാണ്. ഈ മത്തായിയൊക്കെ ഉൾപ്പെടെയുള്ളവർ നാടൻ പാട്ട് കൂട്ടത്തിലേക്ക് വന്നു. അതെ അതെ അതെ. ഒരുപാട് അവനെ കൊണ്ടുവരുന്ന ശാസ്താംകോട്ട സ്തുതിയാണ് കൂടെ കൊണ്ടുവരുന്നത്. കാരണം വള്ളവന്നൽ സ്തുതിയാണ് കൊണ്ടുവരുന്നത്. കാര്യം വെച്ചാൽ യവൻ്റെ ഈ പറഞ്ഞ ഇടയ്ക്കാട് സുനിൽ, ഇടയ്ക്കാടാണ് മോൻ്റെ സുനിൻ്റെ വീട്. ഇടയ്ക്കാടെന്നുള്ള ഒരു ടീമിനെ നാടകം പഠിപ്പിക്കാനായിട്ട് ഞങ്ങളെ വിളിക്കുന്നു. ഈ കലോത്സവം അല്ലയോ, കലോത്സവ മത്സരത്തിൻ്റെ ഒരു നാടകം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുന്നത്. ഞാനവിടെ ചെല്ലും. അപ്പം ഞാനന്നേരം ഈ വിളിച്ചുകൊണ്ട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അണ്ണാ അത് നമുക്ക് ടീം റെഡിയാക്കി ചെയ്യണമല്ലോ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നത് ശശീന്ദ്രബാബുവാണ്.
നമ്മുടെ ശശീന്ദ്രാവ് അവനും മരിച്ചു പോയി എന്നുള്ളതാണ്. ശശീന്ദ്രാവ് വിളിച്ചുകൊണ്ട് പോയിട്ട് അവിടെ ചെല്ലുമ്പോൾ ഇടയ്ക്കാടി ചെല്ലുമ്പം ഞാനന്നേരം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ നാടകത്തിനകത്ത് നന്നായിട്ട് പാടുന്ന ഒരു പയ്യനുണ്ടായിരിക്കണേ എന്ന് പറഞ്ഞു, നന്നായിട്ട് പാടുന്ന. അന്നേരം അവർ പറഞ്ഞ് സുനിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സുനിലെന്ന് കേട്ടതേ ഉള്ളൂ, ഇടയ്ക്കാട് സുനിലായിരുന്നു എന്നുള്ള കാര്യം അറിയില്ല. പക്ഷേ അവിടെ വരുമ്പോഴത്തേക്ക് താനേ എന്നുള്ള ആ പാട്ട് പാടി കൊടുക്കുകയാണ്. പാടിയിട്ടൊരു വള്ളം തുറഞ്ഞു പോകുന്ന പോലെ അവരെ കൊണ്ട് ഇങ്ങനെ തുഴപ്പിച്ച് മുന്നോട്ട് കയറുന്നതായിരുന്നു അതിൻ്റെ തുടക്കം, നാടകത്തിൻ്റെ ആ തുടക്കം. അപ്പോൾ അതിൽ ഏറ്റവും ലീഡ് ചെയ്ത് പാടുന്നത് സുനിലായിരുന്നു. സുനിലിൻ്റെ പാട്ട് ഇഷ്ടപ്പെട്ടു. യവൻ കൊള്ളാമല്ലോ എന്ന് പറയുകയും ചെയ്തു. യവനെ നോക്കി വെച്ചാൽ എടാന്ന് ഞാൻ ശശീന്ദ്രനോട് പറഞ്ഞു നമ്മുടെ ടീമിലൊക്കെ വിളിക്കാമെന്ന് പറയുകയും ചെയ്തു. എന്തായാലും ഞാനങ്ങനെ തുടക്കത്തിൽ പറഞ്ഞ് എന്തായാലും രസമതല്ല, നാടകത്തിൻ്റെ ഭാഗമായിട്ട് ഈ സുനിലിനെ കൊണ്ടന്ന് ഈ അവിടെ കിടന്ന കരിയിലൊക്കെ തുറപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ജോലിയൊക്കെ ഈ ശശീന്ദ്രാവ് ചെയ്ത് റാഗിങ് ഒക്കെ ചെയ്യുന്ന പോലെ ചെയ്യിച്ച്. അതൊരു തമാശയായിട്ടാണെങ്കിൽ പോലും ഇന്ന് ആലോചിക്കുമ്പോൾ ആലോചിക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് കുറേ സിനിമകളിൽ അദ്ദേഹത്തിന് പാടാൻ പറ്റും. അതെ അതെ, മാത്രമല്ല അവനൊക്കെ സ്വാഭാവികമായിട്ടും സുനിലൊക്കെ പലപ്പോഴും എന്നെ സഹായിച്ചിട്ടുള്ളതാണ്. ആ അർത്ഥത്തിലായാലും പലപ്പോഴും എന്തെങ്കിലും വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും സഹായിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടൊരു സഹായഹസ്തം നീണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അവൻ്റെ നേതൃത്വത്തിലുള്ള കനൽ എന്ന് പറയുന്ന ടീമില്ലേ, അവരാണ് കൊണ്ടുവന്നിട്ടൊരു സഹായഹസ്തം സാമ്പത്തിക സഹായം കൊണ്ടുവന്ന് തരുന്നതും അവരാണ്. അണ്ണൻ്റെ ഈ വീഴ്ചയ്ക്ക് പിന്നിൽ മദ്യപാനം അത് കുറച്ച് പ്രധാന കഥയൊന്നുമല്ല. ഒരു ഘട്ടത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു അല്പസ്വല്പം ഉണ്ടെങ്കിലേ പരിപാടിക്ക് പോകാൻ പറ്റുമെന്ന് പറയുന്നൊരു തോന്നലുണ്ടായെന്ന് പറയുമ്പോൾ ഈ പലപ്പോഴും തുടർച്ചയായിട്ട് പരിപാടി ഉണ്ടല്ലോ, ഉറക്കക്ഷീണമായിരിക്കും. അപ്പോൾ ഉറക്കക്ഷീണത്തിൽ ഉറങ്ങാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഉറങ്ങാൻ വേണ്ടി തന്നെ കള്ളു കുടിച്ച് തുടങ്ങിയത്. അല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് റിലീഫ് ചെയ്യുന്നതിന് വേണ്ടി, ഒന്ന് റിലാക്സ് ചെയ്യുന്നതിന് വേണ്ടി ചെയ്തതാണ്. പക്ഷെ അത് സൗഹൃദ കൂട്ടത്തിൻ്റെ മാത്രമല്ല, ബുധനൂരിൽ നിന്ന് ചെങ്ങന്നൂരിൽ നിന്ന് വരുന്ന ബുധനൂർ രാജേട്ടൻ ഉൾപ്പെടെയുള്ള ടീമുകളുണ്ടായിരുന്നു. അപ്പോൾ അവർ മറ്റേത് ഇത്തിരി അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂട്ടത്തിലുള്ള ചിലരൊക്കെ ചോദിക്കും, ചില താല്പര്യമുള്ളവർ ചോദിക്കും. അപ്പം ഞാനതെന്നേരം അങ്ങ് കണ്ടച്ചു കൊടുക്കുമായിരുന്നു. പിന്നെ അതായത് ഇത് പറയുമ്പോഴേ തന്നെ പറയേണ്ട ഒരു കാര്യം, ഏറ്റവും കൂടുതൽ വേദികളിൽ നാടൻപാട്ട് അവതരിപ്പിച്ച ഒരു ടീമാണ് നാടോടി പെർഫോമിംഗ് ഗ്രൂപ്പ്. അതെ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇങ്ങേറ്റം ഡൽഹിയിലെ ചടങ്ങുകൾക്ക് വരെ, ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് ചടങ്ങുകൾക്ക് വരെ നാടോടിയുടെ പ്രോഗ്രാമുകൾ അവതരിപ്പിച്ചു. തീർച്ചയായിട്ടും. അപ്പം കണക്ക് കൂട്ടുമ്പോൾ 1000-10,000 വേദികളിൽ പ്രോഗ്രാം അവതരിച്ചു. ആ ഒരു കിട്ടിയ പൈസയുടെ ഒരു കണക്ക് നോക്കിയാൽ ഇന്ന് ഈ ജില്ല വാങ്ങാനുള്ള പൈസയുടെ പ്രോഗ്രാമുകൾ ചെയ്തിട്ടുണ്ട്. ഒരു നല്ല വീട് പോലും വെക്കാൻ പറ്റിയില്ലെന്നുള്ളത്. അതില് കലാകാരൻ ലഹരിക്ക് അടിമപ്പെട്ടു പോയാൽ കുടുംബം തന്നെ തകർന്നു പോകുന്ന അവസ്ഥയുണ്ടല്ലേ? തീർച്ചയായിട്ടും. ഇന്നിപ്പോൾ യഥാർത്ഥത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ജീവിതം കഴിഞ്ഞു പോകുന്നത് ഭാര്യ പ്രതീക്ഷ ഭരണിക്കാവ് കേക്ക് വെള്ളം എന്ന് പറയുന്ന ബേക്കറി പോകുന്നത് കൊണ്ട് മാത്രമല്ല അതായത് ഇന്നത്തെ മേഖലയിലുള്ള മറ്റു പെൺകുട്ടികളൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ എന്നെയൊക്കെ കളഞ്ഞ് പോകേണ്ട സമയം കഴിഞ്ഞെന്നുള്ളതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിൽ നിന്നും ഒരു പ്രണയത്തിൻ്റെ ഭാഗമായിട്ട് എന്നോടൊപ്പം കൂടിയതാണ് പ്രതീക്ഷ. അവളിപ്പോഴും എന്നെ കളയാതെ എന്നോടൊപ്പം തന്നെ ഉണ്ട്. 2 മക്കളെ നോക്കി കൃത്യമായിട്ട് പോകുന്നുണ്ട്. അവരുടെ ചികിത്സാ കാര്യം അല്ലെന്നുണ്ട് എൻ്റെ ചികിത്സാ കാര്യം, അവരുടെ പഠനത്തിന് വേണ്ടിയിട്ടുള്ള മറ്റു കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടാണ് പ്രതീക്ഷ. എല്ലാത്തിനും സപ്പോർട്ട് ചെയ്തുകൊണ്ട് കൂടെ നിൽക്കുന്ന വ്യക്തിത്വമാണ് പ്രതീക്ഷ. ജീവിതത്തിലൊരു പ്രതീക്ഷയായിരുന്നു. തീർച്ചയായിട്ടും. അല്ല, അവളോടൊപ്പം ഒരു ഇഷ്ടം തോന്നാനും കാരണം അവളുടെ പേര് തന്നെ ആയിരുന്നു. മാത്രമല്ല, ഒന്നെന്ന് പറയുമ്പോൾ അവളുടെ കണ്ണുകളായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടത്. കാരണം എന്ന് വെച്ചാൽ പൂച്ചക്കണ്ണാണ്. പൂച്ചക്കണ്ണ ചേച്ചി കേൾക്കണ്ടെന്ന് പറഞ്ഞാൽ അല്ല, അത് കുഴപ്പമില്ല, അവള് ക്ഷമിച്ചോളും, പുറത്തോളും. ഇത്രയും ശരിക്കും പച്ചയ്ക്ക് പറഞ്ഞ കള്ളുകൂടിയനായിട്ടുള്ള കലാകാരനായിരുന്നല്ലോ. ഈ കള്ളുകൂടിയനെ ഇപ്പോഴും കളയാതെ കൂടെ നിർത്തി, താങ്ങി നിർത്തി. പലപ്പോഴും വീണ് പോയപ്പോഴൊക്കെ എടുത്തുയർത്തി, വീണ്ടും വീണ്ടും വേദികളിൽ എത്തിച്ചു, വീണ്ടും താഴേക്ക് പോയി. ഇനി എന്താണ് പ്ലാൻ? ഇനി വേറെ ഒന്നുമില്ല. ഇനിയിപ്പോൾ എന്താ നമ്മൾ ഇത് ചെയ്ത് മാത്രമല്ല, ഇവിടെ സംസ്കാര സാഹിത്യയുടെ പരിപാടി സംഘടിപ്പിച്ചപ്പോൾ CR മഹേഷ് MLA ഇവിടെ വന്നിരുന്നു. എന്നോട് തന്നെ വളരെ നിർബന്ധമായിട്ട് പറഞ്ഞു, നീ ഇനി അത്തരം വഴികളിലേക്ക് പോയാൽ ശരിയാവത്തില്ല, അത്തരം വഴികളിലേക്ക് പോകാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ നിന്നോടൊപ്പം ഉണ്ടാവും എന്ന് വളരെ കൃത്യമായിട്ട് പറയുകയും ചെയ്ത് അതങ്ങ് ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞ് അത് ചെയ്തു. അപ്പം അത് സ്വാഭാവികമായിട്ടും മാത്രമല്ല, ഇങ്ങനെ വർഷങ്ങളോളം കൂടെ കൊണ്ടു നടന്ന ഒരു വലിയ സുഹൃത്തിനെ വിട്ടു, മദ്യം എന്ന് പറഞ്ഞ സുഹൃത്തിനെ. അല്ല, അതിനെ ഒഴിവാക്കി. അല്ലാതെ ചെയ്യാനാ? ഇതിനിടയ്ക്ക് പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ CR മഹേഷ് MLA കാര്യം പറഞ്ഞപ്പോഴാണ്, CR മഹേഷ്, PC വിഷ്ണുനാഥ് ഇവർക്കൊക്കെ ഒപ്പം പഠിച്ചതാണ്. അതെ. പഠിക്കുമ്പോഴും നിങ്ങൾ അവരുടെ എതിരാളിയായിരുന്നു. അതെ. കാര്യം ഞാൻ എതിരാളിയായിട്ട് നിൽക്കുന്ന സമയത്താണ് PC വിഷ്ണുനാഥ് തന്നെയാണ് ഒരു ദിവസം എന്നോട് വിളിച്ച് ചോദിക്കുന്നത്, പ്രാശേ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാവോ, നമ്മുടെ എലിസബത്ത് മാമൻ മത്തിയുള്ള ഇലക്ഷൻ കലാജാഥ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഇലക്ഷൻ എന്നുള്ള പ്രചരണ കലാജാഥ ചെയ്യാമെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, ഞാൻ SFIയുടെ ഒരാളായിട്ട് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഒരാളായിട്ട് നിൽക്കുമ്പോൾ ഞാനെങ്ങനെ വന്നത് ചെയ്യുന്നത്? അത് അന്നേരം ശശീന്ദ്രാവ് എന്നെ പിടിച്ചുകൊണ്ട് പോയി.
അവൻ്റെ രസമായിട്ട് എന്ന് പറഞ്ഞാൽ അണ്ണാ ഒരു കാര്യം ചെയ്യ്, അണ്ണാ അതങ്ങ് കേൾക്ക്, അണ്ണാ സ്ക്രിപ്റ്റ് തയ്യാറാക്ക്, ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് കലാജാത അവതരിപ്പിക്കുന്ന കാര്യം ഞാനേറ്റ്. അതൊരു ഓഫറാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശശീന്ദ്രബാബു ആയിരുന്നു ഒരു നെടുന്തൂണ്. അദ്ദേഹം മരണപ്പെട്ടു പോയി. പിന്നെ സന്തോഷ് ഗംഗാധരനായി മരണപ്പെട്ടു പോയി. കൂടെ ഉണ്ടായിരുന്ന പലരും വിട്ടുപോയി. അപ്പം ആ ഒരു ഒറ്റപ്പെടലിന്റെ വേദനയിൽ നിൽക്കുമ്പോഴും വീണ്ടും പുതിയ പുതിയ ആളുകൾക്ക് പ്രകാശണ്ണൻ കൊണ്ടുവന്ന പുതിയ ആളുകളെല്ലാം ഇന്ന് സ്വന്തം ട്രൂപ്പുള്ള അത് കുറച്ച് ആളുകളായി മാറി. അല്ല, കൂട്ടത്തിലോട്ട് പറയട്ടെ, കൂട്ടത്തിൽ വയ്യാതൊക്കെ ആയപ്പോഴത്തേക്ക് കളഞ്ഞേച്ച് പോയവരുണ്ട്, കുറച്ച് പേര് കളഞ്ഞേച്ച് പോയവരുണ്ട്. ഇയാടെ ഇനി പരിപാടിയൊന്നും എടുക്കത്തില്ല മറ്റന്നാ മറിച്ച എന്നുള്ളൊരു ധാരണ കളഞ്ഞേച്ച് പോയവരുണ്ട്. എന്നാൽ കൂടെ ഇപ്പോഴും ആത്മാർത്ഥമായിട്ട് കൂടെ നിൽക്കുന്നവരുണ്ട്. നമ്മളവരുടെ പേര് പറയാൻ താല്പര്യപ്പെടുന്നു. ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മൾ തളർന്നു വേറെ കാര്യമൊന്നുമില്ല. ഇപ്പം അവൾ പ്രതീക്ഷ ചേർത്ത് പിടിക്കുന്ന പോലെ ഒരുപക്ഷെ മറ്റൊരാളും ചേർത്ത് പിടിക്കുമെന്ന് തോന്നുന്നില്ല. ശരിക്കും നമ്മൾ വീണുപോയി നമുക്ക് ആരും കാണാം. അതെ, അത്രയേ ഉള്ളൂ. അതൊരു സത്യം തന്നെയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനി എത്ര വലിയ കലാകാരനായാലും എത്ര വലിയ അറിയപ്പെടുന്ന ആനയാന്ന് പറഞ്ഞാൽ ശരി വീണ് പോയത് തന്നെ. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം, എൻ്റെ ഒരു അനുഭവം കൂടി വെച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, പ്രത്യേകിച്ചും കലാമേഖലയിൽ സാംസ്കാരിക മേഖലയിൽ നിൽക്കുന്നവർ മദ്യത്തിനോട് യാതൊരു കാരണവശാലും ഇത് ചെയ്യരുത്. മദ്യം അതിനോടൊപ്പം ചേർന്ന് വരുന്നതാണ്, അതിൻ്റെ വരുന്ന സാധനമാണ് മയക്കുമരുന്ന് പോലുള്ള മറ്റ് ഇത്. അപ്പോൾ അതിൻ്റെ ഒരു മേഖലകളിലേക്ക് യാതൊരു കാരണവശാലും പോകരുത് എന്ന അഭിപ്രായമാണ്. എൻ്റെ ജീവിതം അനുഭവമാണെന്നുള്ളതുകൊണ്ട് പറയുകയാണ്. ഇന്ന് പരിപാടികളൊന്നും ഇല്ല, നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. പരിപാടി എണീറ്റ് നിൽക്കാൻ പറ്റും, വിദ്യ പിടിച്ചൊക്കെ എണീറ്റ് നിൽക്കാൻ പറ്റും, അതേ ഉള്ളൂ. പിന്നെ നമ്മളൊരു നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പരിപാടിക്ക് ചെല്ലുമ്പോൾ നമുക്ക് ഈ ഒരു അവസ്ഥ കൊണ്ട് പരിപാടിക്കലാണ്. അപ്പോൾ അതുകൊണ്ട് വിളിക്കുന്നവരാര് വിളിച്ചാൽ ശരിയാണ്, ഞാൻ അവരോട് കൃത്യമായിട്ട് കാര്യം പറയുന്നുണ്ട്. ഞാനിപ്പോൾ സ്റ്റിക്ക് ഊന്നിയാണ് നടക്കുന്നത്, അഥവാ ഞാൻ വേദിയിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റിക്ക് ഊന്നിക്കൊണ്ടേ വരത്തുള്ളൂ. അപ്പോൾ അതൊന്നും ഒരു ബുദ്ധിമുട്ടില്ല എന്നുള്ള കാര്യം കൂടി മനസ്സിലായിക്കൊണ്ടേ പരിപാടി ആലോചിക്കാവൂന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. വീണ്ടും ഒരു പുതിയ സീസൺ സ്വപ്നം കണ്ട് പ്രതീക്ഷയോടെ തീർച്ചയായിട്ടും പ്രതീക്ഷ ചേച്ചിക്കൊപ്പം നിൽക്കുകയാണ്. തീർച്ചയായിട്ടും. ഇന്നലെ ആണെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഡൽഹി എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ലോ ഓഫീസറായിട്ടുള്ള പി രവി എന്ന് പറയുന്നത് ചുറ്റുമലക്കാരനായ പി രവി ഇന്നലെ എന്നെ വിളിച്ചിട്ട് അവൻ ആലോചിച്ച് നിന്നെ ഒന്ന് രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നുള്ള കാര്യം ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാടാ, നിനക്കിപ്പോൾ വീഴും മദ്യപാനമൊക്കെ ഉണ്ടോടാന്ന് ചോദിച്ചാൽ പറഞ്ഞില്ല, ഇല്ലല്ലേ അത് പൂർണ്ണമായിട്ട് നിർത്തിയെന്ന് പറഞ്ഞു. അല്ല അങ്ങനെ അതേ കൊള്ളാം, അല്ലാതെ നിന്നെ ഒന്നും സഹായിച്ചിട്ട് കാര്യമില്ല, നിന്നെയൊക്കെ നമ്മളങ്ങ് എടുത്ത് കളയത്തേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ എന്തൊക്കെയോ പദ്ധതികളൊക്കെ ആലോചിച്ചിരിക്കുന്നു. നീ അതിൻ്റെ കൂടെ നിൽക്കുമെന്നൊക്കെ ചോദിച്ചാൽ നിൽക്കാമെന്ന് പറഞ്ഞു. ഒരു പാട്ടുകാരനെ സംബന്ധിച്ചിടത്തോളം പാട്ടുകൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. ഈ ശാരീരികാവസ്ഥ കൊണ്ടും പാട്ട് പാടാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടും ഈ നാടൻ പാട്ടിന് പ്രത്യേകിച്ച് കോറസൊക്കെ വേണം. കോറസും താളവും ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊരു ഫീലുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പാടാൻ പറയാതിരുന്നത്. അണ്ണൻ്റെ ഈ അവസ്ഥകളും പ്രതീക്ഷകളും പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയാണ് വന്നത്. എങ്കിലും നമുക്ക് ഒരുമിച്ചൊരു പാട്ട് പാടി പ്രശസ്തമാക്കിയ ഒരു നാടൻ പാട്ടാണ്. ആ പാട്ടിൻ്റെ 2 വരി മൊത്തം പാടി എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, എങ്കിൽ കൂടിയും ചെറുതായിട്ടൊന്ന് കരുതുക. താതമ്പി തരികിടതോ ദതികൃതൈ താതമ്പി തരികിടതോ ദതികൃതൈ താതമ്പി തരികിടതോ തതികൃതൈ താതമ്പി തരികിടതോ ദതികൃതൈ ഇവിടുത്തെ വലിയമ്മോ ദതികൃതൈ ഇവിടൊരു തളിയിറങ്ങി ദതികൃതൈ ഇവിടൊരു കളി ഇവിടുത്തെ വലിയമ്മോ ദതികൃതൈ ഇവിടൊരു കളിയിറങ്ങി ദതികൃതൈ താതമ്പി തരികിടതോ തതികൃതൈ താതമ്പി തരികിടതോ തതികൃതൈ എന്തൊരു കളിയാണേ ദതികൃതൈ എന്തോന്നു കളിയാണേ ദതികൃതൈ താതമ്പി തരികിടതോ ദതികൃതൈ എഴുകിടതോ ദതികൃത ഇവിടുത്തെ വലിയമ്മോ ദതികൃതൈ ഇവിടൊരു കളിയിറങ്ങി ദതികൃതൈ താതമ്പി തരികിടതോ ദതികൃതൈ താതമ്പി തരികിടതോ ദതി പാർവള്ളി കളിയാണേ ദതികൃതൈ പാർവള്ളി കളിയാണേ ദതികൃത പാർവള്ളി കളിച്ച കൊള്ളാം ദതികൃതൈ പാർവള്ളി കളിച്ച കൊള്ളാം ദതികൃതൈ താതമ്പി തരികിടതു ദതികൃതൈ താതമ്പി തരികിടതു ദതികൃത ഇടത്തോട്ടും കളിക്കിനിടോ ദതികൃതൈ വലത്തോട്ടും കളിക്കിനിടോ ദതികൃത ഇടത്തോട്ടും കളിച്ച കൊള്ളാം ദതികൃതൈ വലത്തോട്ടും കളിച്ച കൊള്ളാം ദതികൃത കാലുപൊക്കി കളിച്ച കൊള്ളാം ദതികൃതൈ കാലുപൊക്കി കളിക്കിനിടോ ദതികൃത കാലുപൊക്കി കളിച്ച കൊള്ളാം ദതികൃതൈ കാലു തെറ്റി വീണ കൊള്ളാം ദതികൃത താതമ്പി തരികിടതു ദതികൃതൈ താതമ്പി തരികിടതു ദതികൃത താതമ്പി തരികിടതു ദതികൃതൈ താതമ്പി തരികിടതു ദതികൃതൈ ശാരീരികമായ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് പൊറുക്കുക. പാട്ട് വൃത്തിയായിട്ടില്ല എന്ന് എനിക്ക് തന്നെ അറിയാം. എല്ലാവരും പുറത്ത് സഹായിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. പ്രകാശണ്ണൻ വീണ്ടും
വേദികളിലേക്ക് കയറാൻ പോവുകയാണ്. അതെ. ഒരു വീഴ്ചയിൽ നിന്നും ഒരു ഉയർച്ചയിലേക്കുള്ള പ്രതീക്ഷയുമായിട്ട്. അപ്പോൾ കൂടുതൽ വേദികൾ ഇനിയും കിട്ടട്ടെ. വീണ്ടും പഴയതിനേക്കാൾ ഉന്മേഷത്തോടെ ആരോഗ്യത്തോടെ തിരിച്ചു വരാൻ കഴിയട്ടെ. എല്ലാവിധ ആശംസകളും. പരമാവധി വേദികൾ തന്ന് സഹായിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഞങ്ങളൊരു 10-15 കലാകാരന്മാരുടെ ഒരു വേദിയാണ്. 15 കുടുംബങ്ങളിലേക്കായിരിക്കും ഇതിൻ്റെ സമ്പത്ത് വേർതിരിച്ച് പോകുന്നത്, അല്ലെങ്കിൽ 15 കുടുംബങ്ങളിലേക്കാണ് എത്തിച്ചു പോകുന്നത് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കിക്കൊണ്ട് പരമാവധി വേദികൾ തന്ന് സഹായിക്കണമെന്നേ ഞാൻ പറയുന്നുള്ളൂ. തീർച്ചയായിട്ടും. നാടോടി പെർഫോമിംഗ് ഗ്രൂപ്പ് വീണ്ടും വേദികളിലേക്ക് സജീവമാകുകയാണ്. ജീവിതത്തിൽ പല വീഴ്ചകളുണ്ടായി തളർന്നു പോയിട്ടും ആത്മവിശ്വാസം കൈമുതലാക്കി പ്രകാശ് കുട്ടൻ വീണ്ടും വേദികളിലേക്ക് എത്തുന്നു. നാടോടി പെർഫോമിംഗ് ഗ്രൂപ്പ് എന്ന നാടോടി ശാസ്താംകോട്ട. എന്താണ് ഇപ്രാവശ്യത്തെ പ്രോഗ്രാമിൻ്റെ പേര്? കതിരോല കുടയാട്ടം. തീർച്ചയായിട്ടും കതിരോല കുടയാട്ടം നിറഞ്ഞാടട്ടെ. കാര്യം എന്ന് വെച്ചാൽ ഈ കതിരുകളെ പൊതിഞ്ഞ് സൂക്ഷിക്കേണ്ട, സംരക്ഷിക്കേണ്ട ബാധ്യത എപ്പോഴും കതിരോലകൾക്കായിരുന്നു. അവർ കതിരുകൾ പാകമായി അത് ഭക്ഷണയോഗ്യമാകുന്ന അവസ്ഥയാകുമ്പോഴത്തേക്ക് അവർക്കൊരുന്ന് കുടയാടി തുള്ളാനൊക്കെ തോന്നും. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിലാണ് ഒരു സന്തോഷത്തിൻ്റെ ഇതിലേക്കാണ് പോകുന്നത്. അതെ അതെ. ഒരു കളിപ്പാട്ട് ഇനത്തിലൂടെ, സന്തോഷത്തിൻ്റെ ഇനത്തിലൂടെ വീണ്ടും നാടോടി പെർഫോമിംഗ് ഗ്രൂപ്പ് നാടോടി ശാസ്താംകോട്ട വേദികളിൽ നിറയാൻ പോകുന്നു. വീണ്ടും പ്രകാശ് കുട്ടൻ സജീവമാകാൻ പോകുന്നു. ഓക്കെ, താങ്ക് യു. ഓക്കെ.